Everyone is joyful, they're singing everywhere. Do you know the reason? It's Christmas time again. The trees and stars and gifts and cakes are filled just everywhere. But don't forget the reason that you and I must share. It's Christmas, come join us in the song. It's Christmas, let's dance and get along. Yeah, it's Christmas, come join us in the song. It's Christmas, let's dance and get along. The birth of Jesus is the most important thing. He came so we could all be forgiven of our sins. The birth of Jesus is the most important thing. He came so we could all be forgiven of our sins. It's Christmas, come join us in the song. It's Christmas, let's dance and get along. Yeah, it's Christmas, come join us sing the song. It's Christmas. നമ്മൾ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദൈവപുത്രൻ നമ്മോടുകൂടെ വസിക്കാൻ കാലിത്തൊഴുത്തിൽ പിറന്നതിൻ്റെ അനുസ്മരണം ആണല്ലോ ക്രിസ്തുമസ്. ഡിസംബർ ആദ്യവാരം മുതൽ ക്രിസ്തുമസിൻ്റെ ബാഹ്യമായ അലങ്കാരങ്ങൾ എല്ലായിടങ്ങളിലും ഭൂമിയെ അണിയിച്ചൊരുക്കി മനോഹരമാക്കുന്നു. ദീപാലങ്കാരങ്ങളും നക്ഷത്ര വിളക്കുകളും ക്രിസ്മസ് ട്രീകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ക്രിസ്തുമസ് ആഘോഷങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം തെളിയുന്നത് ക്രിസ്മസ് പപ്പയുടെ മുഖമാണ്. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവേശമാണ് സാന്താക്ലോസ്. ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട ചുവന്ന കുപ്പായമിട്ട ആ മുത്തശ്ശനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹാസിക വ്യക്തിയാണ് സെയിൻറ്റ് നിക്കോളാസ്. AD 270 ജനിച്ചു വൈദികനും ബിഷപ്പുമായ തീഷ്ണവാനായ സഭാ നേതാവും ഉദാരമതിയും മനുഷ്യസ്നേഹിയുമായ സെയിൻറ്റ് നിക്കോളാസിൻ്റെ പേരിൽ നിന്നാണ് സാന്താക്ലോസ് എന്ന പേര് ഉണ്ടായത്. സമ്പന്നനായ സെയിൻറ്റ് നിക്കോളാസ് ചെറുപ്പം മുതലേ ഉദാരമനസ്കനും സാധുക്കളെക്കുറിച്ചു വലിയ സഹതാപവും മനസ്സലിവും പ്രകടമാക്കുകയും അവരറിയാതെ അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ആരും അറിയാതെ സഹായങ്ങൾ കൊടുത്തതിൻ്റെ സങ്കല്പമായിട്ടാണ് ഇന്നുള്ള ക്രിസ്മസ് പപ്പമാർ സമ്മാനങ്ങളുമായി കടന്നു വരുന്നത്. സാന്താക്ലോസ് എന്നത് കേവലം ഒരു കഥാപാത്രമല്ല, മറിച്ച് പകുത്തു നൽകുന്നതിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രതീകമാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ ലഭിക്കുന്ന ആനന്ദമാണ് സാന്താക്ലോസ് എന്ന സങ്കല്പം നമുക്ക് നൽകുന്നത്. ക്രിസ്തുമസിന് പരസ്പരം പാരിതോഷികങ്ങൾ കൈമാറുന്ന അത്യന്തം ഹൃദ്യമായ പതിവ് നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. പുൽക്കൂട് ഇല്ലാതെ എന്ത് ക്രിസ്തുമസ് ആഘോഷം? ദൈവം മനുഷ്യനായി അവതരിച്ചത് സമ്പന്നതയിലല്ല, മറിച്ച് ലാളിത്യത്തിലും ദാരിദ്ര്യത്തിലുമാണെന്ന് പുൽക്കൂട് നമ്മെ പഠിപ്പിക്കുന്നു. എളിയവരിലും പാവപ്പെട്ടവരിലും ദൈവത്തെ കണ്ടെത്താൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഉണ്ണീശോ കാലിത്തൊഴുത്തിൽ പിറന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ വീടുകളിൽ പുൽക്കൂട് ഒരുക്കുന്നത്. ആദ്യകാലങ്ങളിൽ പുല്ല്, വൈക്കോൽ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് പുൽക്കൂട് നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് പുൽക്കൂട് എന്ന് പേര് വന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അനുസ്മരിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ക്രിസ്മസ് പുൽക്കൂടിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുമസ് ക്രിബിൻ്റെ ചരിത്രം വളരെ രസകരമാണ്. ആദ്യമായി പുൽക്കൂട് നിർമ്മിച്ചത് ഇറ്റലിയിലെ ഗ്രേസിയോ എന്ന സ്ഥലത്താണ്. 1223 അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് ഇത് നിർമ്മിച്ചത്. യേശുവിൻ്റെ ജനനം എത്രത്തോളം ദരിദ്രമായ സാഹചര്യത്തിലായിരുന്നുവെന്ന് ജനങ്ങൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ വിശുദ്ധ ഫ്രാൻസിസ് ആഗ്രഹിച്ചു. ഇന്നത്തെ പോലെ കളിമണ്ണോ പ്ലാസ്റ്റിക്കോ കൊണ്ടുള്ള രൂപങ്ങളല്ല അന്ന് ഉപയോഗിച്ചത്. ജീവനുള്ള മൃഗങ്ങളെ ഉൾപ്പെടുത്തി ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം അദ്ദേഹം അവിടെ സൃഷ്ടിച്ചു. ജീവനുള്ള പുൽക്കൂടാണ് അദ്ദേഹം ഒരുക്കിയത്. ജീവനുള്ള പുൽക്കൂട് എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ചുറ്റും ഒത്തിരി ജീവനുള്ള പുൽക്കൂടുകൾ ഉണ്ട് എന്ന കാര്യം ഞാൻ ഓർത്തത്. ഞാൻ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വിവിധ സ്ഥലങ്ങളിൽ പോകുമ്പോൾ വളരെ പരിതാപകരമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ കാണാറുണ്ട്.
നിങ്ങൾക്കും എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഇതുപോലെ ഉള്ളവരെ കണ്ടെത്താൻ സാധിക്കും. വീട് ഇല്ലാതെ ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടി അത് വീടാണെന്ന് സങ്കല്പിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. പാലങ്ങൾക്കടിയിൽ താമസിക്കുന്ന മനുഷ്യരുണ്ട്. നിങ്ങളുടെ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചാൽ പ്രിവിലേജ്ഡ് അല്ലാത്ത ഒത്തിരി മക്കളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ പുൽക്കൂട്ടിലെ കളിമണ്ണോ ഫൈബറോ കൊണ്ടുണ്ടാക്കിയ ഉണ്ണീശോയുടെ മുൻപിൽ തല കുമ്പിട്ട് നിൽക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിനേക്കാൾ ഒത്തിരി വിലപ്പെട്ടതാണ് ഇതുപോലുള്ള ജീവനുള്ള പുൽക്കൂടുകളിലേക്ക് നിങ്ങളൊന്ന് പോകുകയും അവരോട് സംസാരിക്കുകയോ ഈ ക്രിസ്തുമസിന് അവർക്ക് ഒരു കേക്ക് കൊടുക്കുകയോ അവരെ സഹായിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ക്രിസ്തുമസിന് ഇതുപോലെ ജീവനുള്ള പുൽക്കൂടുകൾ കൂടി സന്ദർശിക്കാൻ സാധിക്കട്ടെ. ഈ ക്രിസ്മസ് കാലം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയ്ക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്. Hark the herald angels sing, glory to the newborn King. Peace on earth and mercy among God and sinners reconciled. Joyful all ye nations rise,